സൊസൈറ്റി ലിമിറ്റഡ്, ഇത്രയും പേർക്കും വലിയൊരു നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ആദ്യത്തെ അവാർഡിലേക്ക് കടക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ അവാർഡ് നൽകുന്നത് ഞങ്ങളുടെ സെലിബ്രിറ്റിയാണ്. ആ സെലിബ്രിറ്റി ആയിട്ട് ഇവിടെ എത്താൻ പോകുന്നത് മലയാളത്തിന് ലഭിച്ച മുഖശ്രീയുള്ളൊരു നായിക തന്നെയാണ്. ബിഗ് സ്ക്രീനിലൂടെയും മിനി സ്ക്രീനിലൂടെയും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ചേക്കേറിയ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മാളവിക നായർ. പ്ലീസ് നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് മാളവികയെ നമുക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. പ്ലീസ് മാളവിക. മാളവികയാണ് ഞങ്ങളുടെ ആദ്യത്തെ അവാർഡ് കൊടുക്കാൻ പോകുന്നത്. ഏറ്റവും നല്ല കണ്ണുള്ള, ഏറ്റവും നല്ല മുടിയുള്ള ഒരു നായികയാണ് മാളവിക എന്ന് പറയുന്നത്. കാരണം മാളവിക എന്ന് പറയുമ്പോൾ തന്നെ മാളവികയുടെ ഒരു മുടിയാണ് നമുക്ക് മനസ്സിൽ വരുന്നത്. കുറച്ചൊന്ന് വെട്ടിയോ? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇവിടെ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മുടി കുറച്ച് വെട്ടി ഞാൻ ഡൊണേറ്റ് ചെയ്തതാണ്. ഒരുപാടത്തെ കാലത്ത് ആഗ്രഹമായിരുന്നു, അപ്പോൾ അതിനു വേണ്ടി ഡൊണേറ്റ് ചെയ്തതാണ്. ഡൊണേറ്റ് ചെയ്തത് കൊണ്ട് ഞങ്ങളത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. എന്നാലും കുടുംബശ്രീ ആയിട്ടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ കുടുംബശ്രീ എന്ന് മനസ്സിൽ വരുമ്പോൾ ആദ്യം വരുന്നൊരു കാര്യം എന്താണ് മാളവിക? ഒരുപാട് അഭിമാനമാണ് തോന്നുന്നത്. ഒരു കേരളൈറ്റായിട്ട് ജനിച്ചതിലും ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മുടെ കേരളത്തിൽ തുടങ്ങിയതും ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ആദ്യം ഈ പേര് കേൾക്കുമ്പോൾ ഓർമ്മ ഞങ്ങളുടെ സിലബസിൽ ഞാൻ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായൊരു വിഷയമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. അതിലൊരുപാട് സന്തോഷം. ഒരുപാട് നമ്മുടെ അമ്മമാരും ചേച്ചിമാരും സഹോദരിമാരും ഒക്കെ ഈ കൂട്ടായ്മയിൽ നിന്നും ഭയങ്കര നന്നായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് അറിയുന്നതല്ലേ വലിയൊരു പ്രചോദനമാണ്, വലിയൊരു സന്തോഷമാണ്. ഇന്നിവിടെ അവാർഡിന് അർഹരായ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കട്ടെ. ഈ കൂട്ടായ്മ ഇനിയും മുന്നോട്ട് പോകട്ടെ അതിശക്തമായി തന്നെ. ഈ നിങ്ങളുടെ കഥകളും നിങ്ങളുടെ എല്ലാ എഫേർട്സും ഇനി വരുന്ന എല്ലാ തലമുറയ്ക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഒരിക്കൽ ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക് ഇവൻറ്റ് നടത്തുന്ന കേരള വിഷനും ഒപ്പമുള്ള എല്ലാ സ്പോൺസേഴ്സിനും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഹിയർ. താങ്ക് യു. ഞങ്ങളുടെ മെയിൻ സ്പോൺസേഴ്സിൽ ഒരാളാണ് യെല്ലോ ക്ലൗഡ്. മാനസിക ആരോഗ്യത്തിന് ഒരുപാട് നിർണായകമായ ഒരു കാലഘട്ടത്തിൽ വലിയൊരു സഹായം ജനങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ടാണ് ഒരു പ്ലാറ്റ്ഫോമാണ് യെല്ലോ ക്ലൗഡ്. യെല്ലോ ക്ലൗഡ് നൽകുന്ന മെഡൽസ് ആയിരിക്കും നമ്മുടെ മാളവിക നമ്മുടെ വിന്നേഴ്സിന് വേണ്ടി നൽകുക. സോ മാളവികയോടൊപ്പം തന്നെ പ്രശംസാപത്രം സമ്മാനിക്കുന്നതിന് വേണ്ടി മിസ്റ്റർ ശ്രീനാഥൻ പി, മിസ്റ്റർ പ്രവീൺ കുമാർ, ഡയറക്ടർ ജെബ് സ്കോളാർ എന്നിവരെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫോർ KCCL KV രാജൻ അവരുടെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി ഞങ്ങളുടെ സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസൻസ് കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2025 ആദ്യത്തെ അവാർഡ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യട്ടെ. റെഡിയാണോ ചേച്ചിമാരെന്തിയാ? റെഡിയാണ്. ഓക്കെ, ഇതിൽ ആദ്യത്തേത് അപ്പാരൽ പാർക്ക് രംഗത്തെ മികവിനുള്ള അവാർഡാണ്. ഈ ഒരു അവാർഡ് നേടിയിരിക്കുന്നത് നീനു സ്റ്റിച്ചിങ് സെന്റർ പൂക്കണംകാട്. അവരുടെ പ്രൊഫൈല് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. 10ഓളം സ്ത്രീകൾ ജോലി ചെയ്ത് സ്വന്തമായി സ്ഥിര വരുമാനം നേടുന്ന ഒരു കുടുംബശ്രീ മൈക്രോ സംരംഭക യൂണിറ്റാണ് തൃശൂർ മാടക്കത്തറ പൊങ്ങണംകാടിലെ നീനു സ്റ്റിച്ചിങ് സെന്റർ. 2020 കോവിഡ് കാലത്ത് കേരള ഗവൺമെന്റ് അനുവദിച്ച ഭക്ഷ്യക്കിറ്റിനായി സപ്ലൈകോയ്ക്ക് വേണ്ടി 10,000കണക്കിന് തുണിസഞ്ചികൾ തയ്ച്ചു നൽകിക്കൊണ്ട് ലഭിച്ച അവസരങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തി അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ സാധിച്ചതാണ് നീനൂസിന്റെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത്. 2016 കേവലം 2 പേർ മാത്രമായി പ്രവർത്തനം ആരംഭിച്ച കുടുംബശ്രീ മൈക്രോ യൂണിറ്റ് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു ചുവടുവെപ്പ് നടത്തുന്നതും അത് വൻ വിജയമായി തീരുന്നതും. തുടർന്ന് വിവിധങ്ങളായ ഡിസൈനിലും വലിപ്പത്തിലും രൂപത്തിലുമുള്ള ജൂട്ട് ബാഗുകൾ, പേപ്പർ ബാഗുകൾ എന്നിവയും ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകി തുടങ്ങി. പുതിയ കാലത്തിന്റെ ട്രെൻഡിനും ഇഷ്ടങ്ങൾക്കും അനുസരിച്ചുള്ള വ്യത്യസ്തതരം വസ്ത്രങ്ങൾ, വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വേണ്ടിയുള്ള യൂണിഫോംസ്, കൂടാതെ സ്കൂളുകൾക്ക് വേണ്ടിയുള്ള യൂണിഫോമുകളും ഇവർ മൊത്തമായി ഓർഡർ എടുത്ത് തയ്ച്ചു നൽകുന്നുണ്ട്.
കുടുംബശ്രീയുടെയും വ്യവസായ വകുപ്പിന്റെയും സഹകരണത്തിലും പ്രോത്സാഹനത്തിലും പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനം ആമസോൺ, ഇന്ത്യ മാർട്ട്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുണ്ട്. തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ തയ്യൽ തൊഴിലിൽ ഏർപ്പെടുന്ന സ്ത്രീകളെ കണ്ടെത്തി കരാർ അടിസ്ഥാനത്തിൽ തൊഴിൽ നൽകി അവർക്ക് വരുമാനം നേടാനുള്ള അവസരവും ഒരുക്കാറുണ്ട് നീനൂസിന്റെ സാരഥികൾ. അഭിനന്ദനങ്ങൾ ടീം നീനൂസ്. നീനൂസ് സ്റ്റിച്ചിങ് സെന്ററിന് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് സാദരം ക്ഷണിക്കുകയാണ്. പ്ലീസ് എല്ലാ അവാർഡ് വിന്നേഴ്സും കൃത്യമായിട്ട് തന്നെ ഇത് കരുതി മുന്നേറുക. നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടി എൻട്രി ആവുക, ലെഫ്റ്റ് സൈഡിൽ കൂടി എക്സിറ്റ് ആവുക സ്റ്റേജിന്റെ. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ അവാർഡുമായിട്ട് കടന്നു ചെല്ലുന്നു നീനൂസ് സ്റ്റിച്ചിങ് സെന്റർ പൂക്കണംകാട്. പ്ലീസ്. മെഡല് നൽകുന്നത് മാളവികയാണ്. മെഡല് നമുക്ക് ആദ്യം നൽകാം. ഓരോ ചേച്ചിക്കും മെഡല് മാളവിക ഇട്ട് നൽകണം. ഓരോ ചേച്ചിമാർക്കുള്ള മെഡൽസ് നൽകാം. യെസ്, മെഡൽ നൽകാം. അടുത്ത ആള്. അടുത്തതായി പ്രശംസാ പത്രമാണ്. അത് സമർപ്പിക്കുന്നത് ശ്രീനാഥൻ പി ആൻഡ് മിസ്റ്റർ പ്രവീൺ കുമാർ, ഡയറക്ടർ ഫോർ ജെപ് സോളാർ ആണ്. എല്ലാവർക്കും ഒരുമിച്ച് നൽകിയാൽ മതി സർ. ഒരുമിച്ച് എല്ലാവരും കൂടെ നൽകിയാൽ മതി. യു ക്യാൻ ഷെയർ ഓൺ പ്ലീസ്. എല്ലാവർക്കും ഒരുമിച്ച് നൽകാം. എല്ലാവരും വന്ന് ഇല്ല, ഒരുമിച്ച് നൽകിയാൽ മതി സർ. ടുഗെദർ പിടിച്ചോളൂ. ചേച്ചി മേടിച്ചോളൂ. ആ, പ്രശംസാപത്രം സമർപ്പിച്ചു. ഇനി കേരള വിഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ് ആണ്. KV രാജൻ സർ ആണ് അത് സമർപ്പിക്കുന്നത്. കേരള വിഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് പേര് നോക്കി എടുക്കാവുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് അത് നൽകുകയാണ്. സോ കേരള വിഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ് KV രാജൻ സർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ KCCL, അദ്ദേഹം നൽകുകയാണ്. വലിയൊരു കൈയടി നൽകാം. ഞങ്ങളുടെ ആദ്യത്തെ വിന്നേഴ്സ് ആണ് നീനൂസ് സ്റ്റിച്ചിങ് സെന്റർ പൂക്കണംകാട്. സ്വർണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന കേരള വിഷൻ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2025 ആദ്യത്തെ അവാർഡ് ഇവിടെ ഇതാ ഏറ്റുവാങ്ങാണ്. വലിയൊരു കൈയടി നൽകിക്കൊണ്ട് താങ്ക് യു സോ മച്ച് നീനൂസ് സ്റ്റിച്ചിങ് സെന്ററിനും ജെപ് സോളാറിന്റെ പ്രതിനിധികൾക്കും രാജൻ സാറിനും ഒരു വലിയ താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ലെഫ്റ്റ് സൈഡിൽ കൂടി എക്സിറ്റ് ആകാം. ലെഫ്റ്റ് സൈഡിൽ കൂടി മാളവിക ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണം. ചേച്ചി ലെഫ്റ്റ് സൈഡിൽ കൂടി എക്സിറ്റ് ആകാം. ചേച്ചിക്ക് എന്നെ വിട്ട് പോകണം എന്നില്ല, എന്നാലും അടുത്ത അവാർഡ് ഉള്ളത് കൊണ്ട് മാത്രം. ഒപ്പം തന്നെ ഞങ്ങളുടെ പുറത്ത് തന്നെ ഞങ്ങളുടെ സ്പോൺസേഴ്സിൽ ഇന്നത്തെ മെയിൻ സ്പോൺസർ ആയിട്ടുള്ള മൈ ചോയ്സ് പുട്ടുപൊടി നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എല്ലാവർക്കും ഉണ്ട്. അതെല്ലാവർക്കും പുറത്ത് നിന്നും കളക്ട് ചെയ്യാം. സോ ഞങ്ങളുടെ രണ്ടാമത്തെ അവാർഡിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ അവാർഡിൽ കടക്കുന്നതിന് മുമ്പായിട്ട് ഇന്ന് ഇത്രയും വലിയ ജനപങ്കാളിത്തം നമ്മുടെ തൃശ്ശൂരിൻ്റെ ഭാഗത്ത് നിന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദക്ഷിണേന്ത്യ തന്നെ കീഴടക്കിയ ഗായകരായിട്ടുള്ള ജാസി ഗിഫ്റ്റും അഖില ആനന്ദും ചേർന്ന് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ മെഗാ ഷോ ഞങ്ങളുടെ അവാർഡ് സെറമണി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു വേദിയിൽ വെച്ച് അരങ്ങേറും. അപ്പോൾ ജാസി ഗിഫ്റ്റിന് അറിയില്ലേ? ജാസി ഗിഫ്റ്റിന്റെ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ ചേച്ചിക്കൊക്കെ മനസ്സിലായിരിക്കുന്നു. സോ ജാസി ഗിഫ്റ്റ് ഈ ഒരു വേദിയിലേക്ക് എത്താൻ പോവുകയാണ്. സോ എല്ലാവരും സ്റ്റേ ബാക്ക് ചെയ്യണം. ഇപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ അവാർഡിലേക്ക് കടക്കുന്നു. യെല്ലോ ക്ലൗഡിന്റെ മെഡൽസ് നൽകാൻ പോകുന്നത് മാളവിക തന്നെയായിരിക്കും.